അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അർജാസ് വേൾഡ്. ഇന്ന് ഞാൻ ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ശരിക്കും ഇതൊരു അറേബ്യൻ ഡിഷാണ്. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുനോക്കാം. മുലോക്കിയ ചിക്കൻ കറി എന്നാട്ടോ അതിന് പറയാറുള്ളത്. ഞാനിവിടെ ഫ്രോസൺ മുലോക്കിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഇലയായിട്ടും വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് 2 ചെറിയ ഉള്ളി 1 പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ കറി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് ചെറിയ ഉള്ളി കട്ട് ചെയ്തതിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ കറി സാധാരണയായിട്ട് അറബികളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അവർ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാറുണ്ട്. ഉള്ളി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തോളണമെന്നൊന്നുമില്ല, വേണ്ടവർക്ക് ചേർക്കാവുന്നതാണ്. മസാലപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. മസാലപ്പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ മഞ്ഞളിൻ്റെ ഒരു പച്ചച്ചയൊക്കെ പോയി അതിലേക്ക് നമുക്ക് മുലോക്കിയ ഇട്ട് കൊടുക്കാം. ഇതാട്ടോ മുലോക്കിയ. അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. ഈ ഇലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണിത്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ പീസ് ഇട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാനിതോടെ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നുള്ളൂ. കുട്ടികൾക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. 3 ലെഗ് പീസ് വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ലെഗ് പീസ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ചിക്കൻ്റെ ഏത് പീസായാലും ഉണ്ടാക്കിയെടുക്കാം. ഇനി ചിക്കനെല്ലാം ഇതിൽ കിടന്ന് വെന്ത് വരണം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇലക്കറികളൊക്കെ കഴിക്കാൻ മടിയാണല്ലോ. അപ്പോൾ നമുക്ക് ചീരയില വെച്ചിട്ടോ മുരിങ്ങയില വെച്ചിട്ടൊക്കെ ഇതുപോലെ അരച്ചെടുത്ത് ചിക്കൻ ഇട്ടൊന്ന് കറി വെച്ച് കണ്ട് കൊടുത്ത് നോക്കിയാൽ മതി. കുട്ടികളൊക്കെ കഴിച്ചോളും. ഇനി ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇത് ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. ചോറിൽക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറി ഒഴിച്ച് കഴിക്കാൻ. ഇതൊന്നുകൂടെ നാവാനുണ്ട്. ഒന്നുകൂടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതെന്തായെന്ന് നോക്കുക. ഈ പരുവത്തിൽ കിട്ടിയാൽ മതി. കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.